ബട്ട് അത് മലയാളത്തിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ദ ബെസ്റ്റ് ക്രൂ പറയാതിരിക്കാൻ വയ്യ. സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചന്ദ്രു ശിവജിത്ത് പുള്ളിയുടെ സിനിമാറ്റോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്ക് ഗ്രേഡിങ് ആയിക്കോട്ടെ എല്ലാം ഇഷ്ടപ്പെട്ടു. BGM നൈസാണ്. ആൻഡ് ഇത്രയും ഒരു എക്സ്ട്രീം വൾഗാരിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. ഈവൻ വലിയ ഇംഗ്ലീഷ് പടങ്ങളിൽ പോലും കുറേ സീൻസ് നമ്മളിങ്ങനെ ഇതാക്കി പോയിട്ടുള്ളൂ. ഇതിനകത്ത് കുറേ സീൻസ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ നോക്കാൻ മടിയെന്നുള്ളൊരു രീതിയിൽ ഫീൽ ചെയ്യിപ്പിച്ച്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഉണ്ണിമുകുന്ദൻ്റെ എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ കൈ. സത്യം പറയാലോ, പുള്ളി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അത് പറയാതിരിക്കാൻ വയ്യ. ബോഡി ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ. ഈ ഫിലിം ഇറങ്ങുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് പുള്ളിയുടെ കുറേ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് ഓൾറെഡി നല്ലൊരു ഫിസിക് ഉള്ളതുകൊണ്ട് നല്ല ഇതൊക്കെ എടുത്ത് പുള്ളി ശരീരമൊക്കെ റീബിൽഡ് ചെയ്ത് കിഡിലും ആക്കിയാണ് വന്നത്. ആൻഡ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫിസിക് വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ ഇപ്പം വേറൊരു മെയിൻ നടനില്ല ആ ഒരു റോള് ചെയ്യാൻ. ഫിസിക് വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരുമില്ല. എല്ലാവർക്കും ബോഡിയൊക്കെ കുറച്ച് കുറവ്. ബോഡി ഉള്ളവരുണ്ട്, നല്ല ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ബട്ട് ഈ ഒരു ബൾക്ക്നെസ്സും ഈ ഒരു അപ്പിയറൻസും ഉള്ള വേറൊരു നടൻ ഇപ്പം കറൻ്റ്ലി മലയാളത്തിലില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭയങ്കര അഡാപ്റ്റീവ് ആയിരുന്നു ആ ഫിലിമിന്. അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഫ്രെയിംസിലൊക്കെ കണ്ടപ്പം മറ്റേ ആ വാളൊക്കെ പിടിച്ച് തിരിഞ്ഞിരിക്കുന്ന സീൻ കണ്ടപ്പോൾ യാഷിനെയൊക്കെ ഓർമ്മ വന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ബൾക്ക്നെസ് ഉള്ളൊരു പ്രസൻസ് ഉണ്ട് സ്ക്രീനിൽ പുള്ളിക്ക്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരേപോലെ പിടിച്ചു നിന്ന ഒരാളെ ഉള്ളു ആ ഫിലിമിനകത്ത്. അത് ഡിഫൻഡറാണ്. വില്ലന്മാരുടെ ഡിഫൻഡറും നായകന്മാരുടെ ഡിഫൻഡറും. ആ ഡിഫൻഡർ ഇങ്ങനെ ഓടി വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നല്ലേ. എനിക്ക് നായകന്മാരെക്കാളും വില്ലന്മാരെക്കാളും ഞാൻ ശ്രദ്ധിച്ചത് ഡിഫൻഡറാണ്. ഒരു 4-5 ഡിഫൻഡർ ഇങ്ങനെ നിരന്ന് വരുന്നത്, അതും ബ്ലാക്ക് കളർ കാണാൻ എന്തൊരു ഭംഗിയടാ. എൻ്റെ പൊന്നോ, അത് പറയാതിരിക്കാൻ വയ്യട്ടോ. ആ ഡിഫൻഡർ അത് എന്ത് സാധനമല്ലേ ആ വണ്ടി. നമ്മളിതിങ്ങനെ നോക്കി നിൽക്കുക. ആ സീന് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതാണ് നിവിൻ പോളിയുടെ എൻട്രി. എടാ നിവിൻ പോളിയുടെ എൻട്രി അല്ലേ, എനിക്ക് ലാസ്റ്റിൽ മമ്മൂട്ടി വന്നിട്ട് മറ്റേ ഇങ്ങനെ ആ തോക്കിങ്ങനെ അറ്റം മാത്രം കാണിക്കൂല്ലോ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ അമ്മോ, അതൊരു 1.5 സീനായിപ്പോയി കേട്ടോ മമ്മൂട്ടി വരുന്നത്. എല്ലാവരും ഡു ലൈക്ക് സ്പോയിലർ പറയല്ലേ ചേട്ടാ. അതറിയാതെ ഇവ ചാറ്റി കിടന്ന് കുണച്ചുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാടാ. സ്പോയിലറായിരുന്നു മോഹൻലാലിൻ്റെ എൻട്രി. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ. എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെ എൻട്രിയാണ്. മമ്മൂട്ടി എൻ്റെ തിയേറ്ററിൽ കാണിച്ചില്ലെന്ന്. എടാ മണ്ടോത്തി ഇവിടെ ഊക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മമ്മൂട്ടി. അതൊരു വിഷയം ഡിസ്സായിരുന്നു. അതെ സ്റ്റീവേ, അതെ.